അപ്പോൾ 0.4875 മീതെ അറ്റാക്ക് ചെയ്യാനായിട്ട് കമാൻഡർ ഉണ്ടാക്കിയ പ്ലാൻ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പ്ലാനായിരുന്നു. 17 യാർഡ് ഒരു സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക, അതായത് സൗത്ത് വെസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക, മറ്റൊരു സൗത്ത് ഈസ്റ്റിൽ നിന്ന് സപ്പോർട്ട് സ്റ്റാർട്ട് ചെയ്യുക. അതായത് മറ്റേ ബറ്റാലിയൻ വെച്ചാൽ 13 ജാഗ്രഫ്. അപ്പോൾ 2 ബറ്റാലിയൻസ് ഒരേ സമയത്ത് ഒരു 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 പിൻസർ, അതായത് ഒരു അറ്റാക്ക് ഈ ഭാഗത്ത് നിന്ന് മറ്റേ അറ്റാക്ക് ഈ സൈഡിൽ നിന്ന് പോവുക. അപ്പോൾ ഇവർക്ക് കൊടുത്ത ഫീച്ചേഴ്സ് ഉണ്ടല്ലോ, അതിനെ പിമ്പിൾ കോംപ്ലക്സ് ആണ് പറയുക. അപ്പോൾ ഈ പിമ്പിൾ കോംപ്ലക്സിൽ 3 ആണ്. അതിൽ പ്രധാനപ്പെട്ട ഇതായിരുന്നു ഈ പിമ്പിൾ 1. ഈ പിമ്പിൾ 1ൻ്റെ പിന്നിലാണ് ഈ പിമ്പിൾ 2. അപ്പോൾ ഫേസ് 1ൽ ഈ പിമ്പിൾ 1ഉം വേറൊരു ഒബ്ജക്റ്റീവാണ് 17 യാർഡിന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നമുക്ക് ഇവിടെ നിന്ന് കാണാം. അതിൻ്റെ അങ്ങേ ഭാഗത്താണ് ഈ പിമ്പിൾ 2 ഉള്ളത്. അതിപ്പോൾ നമ്മൾ ഇവിടെ നിന്നാലും കാണില്ല. അപ്പോൾ ഞാൻ ഓക്യുപ്പൈ ചെയ്തിട്ടുള്ള പന്ത്രാസ് റിഡ്ജിൽ നിന്ന് എനിക്ക് പിമ്പിൾ 1ഉം അതിൻ്റെ തൊട്ടടുത്തുള്ള ഒബ്ജക്റ്റീവിൻ്റെ പേര് എനിക്ക് ഇമ്മീഡിയറ്റ്ലി ഓർമ്മ വരുന്നില്ല വാജത്ത്. ഈ രണ്ടും എനിക്ക് ഇവിടുന്ന് കാണാം. ഈ മറ്റൊരു, അതായത് 13 ജാഗ്രഫ്, അവർക്ക് 0.4875ഉം ടോപ്പും. അപ്പോൾ ആ 2 ഇതിലേക്കാണ് അവർ അറ്റാക്ക് ചെയ്ത് വരേണ്ടത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യം തന്നെ 17 യാർഡിൻ്റെ, അപ്പോൾ അവരാണ് ആദ്യം തുടങ്ങുന്നത്. അവിടേക്ക് പോകാനായിട്ട് അവിടേക്ക് പോയി. അങ്ങനെ അന്ന് 4-ാം തീയതി വൈകുന്നേരം 6:20 നമ്മുടെ ഫയർ പ്ലാൻ സ്റ്റാർട്ട് ചെയ്തു. 108 ഗൺസ് ഇൻഡയറക്റ്റ് ഫയറിങ്. 108 ഗൺസ് എന്ന് ഞാൻ പറയുമ്പോൾ അതിൽ മോട്ടറും ഒക്കെ പെടും. 8 ഗൺസ് ഡയറക്റ്റ് ഫയറിങ്. ഈ 6:20 മുതൽ നമ്മൾ ഫയർ ചെയ്തിട്ട് 80 മിനിറ്റ് നേരത്തെ ഫയറിങ് വായിച്ചെത്തു. ഈ 80 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അതിൻ്റെ മീതെ ഫയർ ചെയ്തു. ഈ ഫയറിങ് അടക്കുമ്പോൾ അപ്പോൾ നല്ല ഇരുട്ടായി. ഇതിങ്ങനെ കിടന്നിട്ട് ഈ മലയുണ്ടല്ലോ ഇങ്ങനെ കിടന്നിട്ട് വിറയ്ക്കായിരുന്നു. ലിറ്ററലി ഇത്ര ഷെൽസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട്, അത് നമ്മൾ റാപ്പിഡ് റേറ്റിലാണ് ഫയർ ചെയ്യുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ 80 മിനിറ്റ് നേരം നമ്മൾ ഫയർ ചെയ്തു. ഈ ഫയറിങ് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഇൻഫൻട്രിയുടെ മൂവ്മെൻറ്റ്. അങ്ങനെ ഇൻഫൻട്രി പിന്നെ മൂവ് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ നമ്മളോട് പറഞ്ഞു ഓൺ കോൾ ഫയർ എന്ന് പറയും. ഓൺ കോൾ ഫയർ എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ ഫയർ ആവശ്യപ്പെടുമ്പോൾ നമ്മൾ ഫയർ ചെയ്യുക, അല്ലെങ്കിൽ പിന്നെ സേഫ്റ്റി ആസ്പെക്റ്റ് ഇൻവോൾവ് ആണല്ലോ. അങ്ങനെ പിന്നെ നമ്മൾ ഓൺ കോളാണ്. അപ്പോൾ നമ്മളൊരു ഫയർ പ്ലാൻ ഉണ്ടാക്കിയിട്ട് ടൈംഡ് ഓൺ കോൾ എന്ന് പറയും. ഇൻഫാക്ട് സമയത്തിനനുസരിച്ച് ഇവരുടെ മൂവ്മെൻറ്റിനനുസരിച്ച് നമ്മൾ ഗണ്ണിനെ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ മലയുടെ മീതെ നമ്മൾ പ്ലെയിനിലാണെങ്കിൽ നമുക്കൊരു എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും 4 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റിൽ 100 മീറ്റർ കവർ ചെയ്യുന്നുള്ളത്. മലയിൽ പറയാൻ പറ്റില്ല. മലയിൽ ഒരു 100 മീറ്റർ കവർ ചെയ്യണമെങ്കിൽ ചിലപ്പോൾ 12 മിനിറ്റ് എടുക്കാം, 15 മിനിറ്റ് എടുക്കാം, 20 മിനിറ്റ് എടുക്കാം. ഓക്കെ, അതുമാത്രമല്ല മലയിൽ നമ്മൾ ഇത് ചെയ്യുമ്പോൾ ശത്രുക്കളുടെ റേഷ്യോ ഒന്നാണെങ്കിൽ നമ്മൾ 12 അല്ലെങ്കിൽ 14 ഇരട്ടി നമ്മുടെ ഫോഴ്സ് വേണം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ ടൈംഡ് ഫയർ ഇതിൻ്റെ മീതെ ചെയ്തു. അങ്ങനെ 17 യാർഡ് ഇങ്ങനെ പ്രോഗ്രസ് ആയിട്ട് ഇങ്ങനെ പോയി അവിടുന്ന് ആദ്യത്തെ 2 ഫീച്ചേഴ്സ് കുറച്ച് കാഷ്വാലിറ്റി പരിപാടിയൊക്കെ ഉണ്ടായി. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവിടുന്ന് അപ്പോൾ ആ ഫേസ് കഴിഞ്ഞു, ഫസ്റ്റ് ഫേസ് കഴിഞ്ഞു. അപ്പോഴത്തേന് പിന്നെ 13 ജാഗ്രഫ് ഇവരുടെ ഫസ്റ്റ് ഇത് കഴിഞ്ഞു. അപ്പോൾ ഇവരുടെ 0.4875 ഉണ്ടല്ലോ, ആ ഫീച്ചർ അവർ പിടിച്ചെടുത്തു.